ഹായ് ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈനാണിത്. വൈറ്റ് മെറ്റീരിയലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പല കളറിലുള്ള എംബ്രോയ്ഡറി നൂല് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ വൈറ്റ് കളറിലെ പേൾ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഡിസൈൻ ഞാൻ ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 8.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് കളർ എംബ്രോയ്ഡറി നൂല് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് പേൾ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് സൂചി ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. 6 സ്റ്റാൻഡ്സിലാണ് ഞാൻ നൂലെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ആയിട്ട് സൂചി ഇങ്ങനെ കുത്താം. എന്നിട്ട് അടിയിൽ നിന്ന് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ 3 ലൈനാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ചെറിയൊരു സ്പേസ് വിട്ടിട്ട് വേണം രണ്ടാമത്തെ ലൈൻ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ലൈൻ നമ്മൾ ചെയ്യണത്. ചെറിയൊരു സ്പേസ് വിടുക, എന്നിട്ട് ഇതുപോലെ 3 ലൈൻ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ 3 ലൈനുകൾ നമ്മളൊന്ന് ലോക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഇതിൻ്റെ ഇവിടെ നിന്ന് സൂചി ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ സൂചി കുത്തിയെടുക്കാം. എന്നിട്ട് ഈ 3 ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്ത അവിടെ തന്നെയായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഒന്ന് വലിക്കാം. അപ്പോൾ അവിടെ ലോക്കാവും. ഇതുപോലെ നമ്മൾ പല ഡിസൈനിൽ ഇതുപോലെ ഇങ്ങനെ മൾട്ടി കളറായിട്ട് പല കളറിലായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. മൂന്ന് ലൈൻ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളൊന്ന് കുത്തിയെടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ഈ 3ൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് സൂചി താഴേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഒരു ബട്ടർഫ്ലൈ പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പല നിറത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഓരോ ചെയ്തിരിക്കുന്ന ഈ എംബ്രോയ്ഡറിയുടെ സെൻറ്ററിലായിട്ട് നമ്മളിനി വൈറ്റ് കളറിലെ പേൾ ബീഡ്സ് തുന്നിക്കൊടുക്കുകയാണ്. പരമാവധി നമ്മൾ സ്പേസ് ഇല്ലാണ്ട് ഈ എംബ്രോയ്ഡറി എല്ലാം ചെയ്തെടുക്കണം, എന്നാലേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ വൈറ്റ് പേൾ ഇതുപോലെ തുന്നിക്കൊടുക്കണം.